ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി രാജ്യം. 7 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഫലപ്രഖ്യാപനം ജൂൺ 4-ന്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 26-ന് രണ്ടാം ഘട്ടത്തിൽ. ഈ മാസം 28-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും 26 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം. രാജ്യം തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. 85 വയസ്സിന് മുകളിലുള്ളവർക്കും അംഗപരിമിതർക്കും വോട്ട് ഫ്രം ഹോം സൌകര്യം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഈ മാസം 23 മുതൽ സിംഗപ്പൂർ, ഫിലിപ്പൈൻസ്, മലേഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാജ്യം ഇനി തെരഞ്ഞെടുപ്പ് ചൂടിൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചു. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 19-ന് ആരംഭിക്കും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. രണ്ടാം ഘട്ടത്തിലാണ് കേരളം ജനവിധി തേടുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വിശദാംശങ്ങളിലേക്ക്. ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. 543 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിച്ചത്. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ 7 ഘട്ടങ്ങളിലും 22 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കും. ഏപ്രിൽ 19-ന് നടക്കുന്ന ആദ്യഘട്ടത്തിൽ 21 സംസ്ഥാനങ്ങളിലെ 102 ലോക്സഭാ മണ്ഡലങ്ങൾ വിധിയെഴുതും. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളും ഒറ്റഘട്ടമായി ഏപ്രിൽ 19-ന് പോളിംഗ് ബൂത്തിലെത്തും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലും ജമ്മുകശ്മീരിലും 5 ഘട്ടങ്ങളിലും ഒഡീഷ, മധ്യപ്രദേശ്, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ 4 ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ഛത്തീസ്ഗഡിലും അസമിലും 3 ഘട്ടത്തിലായും കർണാടക, രാജസ്ഥാൻ, ത്രിപുര, മണിപ്പൂർ എന്നിവിടങ്ങളിൽ 2 ഘട്ടങ്ങളിലുമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ 1-നാണ്. ഏപ്രിൽ 26, മെയ് 7, മെയ് 13, മെയ് 20, മെയ് 25 എന്നിങ്ങനെയാണ് മറ്റ് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളം അടുത്ത മാസം 26-ന് പോളിംഗ് ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ മുന്നണികളുടെ പ്രചരണത്തിന് ചൂടേറി. തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് കേരളം വിധിയെഴുതുന്നത്. ഈ മാസം 28-ന് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഏപ്രിൽ 4-നാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കുന്നത്. ഏപ്രിൽ 8-ആണ് അവസാന തീയതി. അടുത്ത മാസം 5-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും 26 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കും. ആന്ധ്രാപ്രദേശിൽ മെയ് 13-നും സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഏപ്രിൽ 19-നുമാണ് വോട്ടെടുപ്പ്. ഒഡീഷയിൽ മെയ് 20, 25, ജൂൺ 1 എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യം തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന്റെ അഭിമാനമാണെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യമെന്നും രാജീവ് കുമാർ പറഞ്ഞു. എല്ലാ വോട്ടർമാരും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. 97 കോടി വോട്ടർമാർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തും. 10.5 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിരിക്കുന്നത്. 1.82 കോടി കന്നി വോട്ടർമാരാണ് ഇക്കുറി വോട്ട് രേഖപ്പെടുത്തുക. 48,000 ട്രാൻസ്ജെൻഡർമാർക്കാണ് ഇക്കുറി വോട്ടവകാശമുള്ളത്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അംഗപരിമിതർക്കും വോട്ട് ഫ്രം ഹോം സജ്ജമാണ്. നോ യുവർ കാൻഡിഡേറ്റ് ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാകും. സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളടക്കം ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ പണമിടപാടുകൾ ഉൾപ്പെടെ നിരീക്ഷിക്കാൻ നിർദ്ദേശമുണ്ട്. വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. ജില്ലകളിൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുഴുവൻ സമയ കൺട്രോൾ റൂം തുറക്കും. കർണാടകത്തിലെ കൽബുർഗിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. അഴിമതി തുടച്ചു നീക്കാനും വികസന പ്രവർത്തനങ്ങൾ തുടരാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയ്ക്ക് വോട്ട് ചെയ്യാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിലൂടെ സമൂഹത്തിന്റെ എല്ലാ തട്ടിലുള്ള ജനങ്ങൾക്കും നിരവധി ഗുണഫലങ്ങൾ ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു.
കർണാടകത്തെ കാർഷിക വ്യവസായ കേന്ദ്രമാക്കുമെന്ന് ശ്രീ മോദി ഉറപ്പു നൽകി. കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്ത് കൊള്ളയും ദുർഭരണവും നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച ഭൂരിപക്ഷം കേരളത്തിൽ ലഭിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ കോഴിക്കോട്ട് പറഞ്ഞു. 20ൽ 20 സീറ്റും കിട്ടുന്നതിനുള്ള പരിശ്രമമാണ് UDF നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാറി മാറി ഭരിച്ച മുന്നണികൾ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചില്ലെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ഇരു മുന്നണികളും മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് യാതൊന്നും ചെയ്തില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഈ മാസം 23 മുതൽ സിംഗപ്പൂർ, ഫിലിപ്പൈൻസ്, മലേഷ്യ എന്നിവിടങ്ങളിൽ 5 ദിവസത്തെ സന്ദർശനം നടത്തും. 3 രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും പരസ്പര പരിഗണനയിലുള്ള പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സന്ദർശനം അവസരമൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തെ അങ്കണവാടികൾക്കുള്ള മെഡിസിൻ കിറ്റ് വിതരണോദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. അങ്കണവാടി സർവീസസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 33,115 അങ്കണവാടികൾക്കാണ് പ്രഥമ വൈദ്യശുശ്രൂഷ ഇനത്തിൽപ്പെട്ട 12 ഇനങ്ങളടങ്ങിയ മെഡിസിൻ കിറ്റ് വിതരണം ചെയ്യുന്നത്. 2019ലെ പൌരത്വ ഭേദഗതി നിയമത്തിന് കീഴിൽ അപേക്ഷിക്കുന്നതിനുള്ള CAA 2019 മൊബൈൽ ആപ്പ് പ്രവർത്തനക്ഷമമായി. അപേക്ഷകർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൌൺലോഡ് ചെയ്യാമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ സിറ്റിസൺഷിപ്പ് online.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും ആപ്പ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ സഹോദരൻ ഷെയ്ഖ് ആലംഗീർ CBI ചോദ്യം ചെയ്യലിന് ഹാജരായി. ഈ വർഷം ജനുവരി 5-ന് സന്ദേശ് ഖാലിയിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിന്റെ ചോദ്യം ചെയ്യലിനാണ് അദ്ദേഹത്തോട് ഹാജരാകാൻ CBI ആവശ്യപ്പെട്ടത്. കേസുമായി ബന്ധപ്പെട്ട മറ്റ് 15 പേരെയും CBI വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെന്നും ഇന്തോനേഷ്യയുടെ ജൊനാഥൻ ക്രിസ്റ്റിയും ഏറ്റുമുട്ടും. ഈ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിൽ ഇന്തോനേഷ്യയുടെ ജിൻടിങ്ങിനെ നേരിടും. മലേഷ്യൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ സെൻ സെമിയിലെത്തിയത്. ബർമിംഗ്ഹാമിലാണ് മത്സരം നടക്കുന്നത്. കേരളത്തിൽ ഇന്നും റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ച ശേഷം വീണ്ടും തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NIC-ക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാലാണ് മസ്റ്ററിംഗ് നിർത്തിവച്ചതെന്ന്. ഇത് റേഷൻ വിതരണത്തിന് തടസ്സമുണ്ടാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കൻ ഗസ നഗരമായ റഫയിൽ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകി ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വെടിനിർത്തലിനായുള്ള ഹമാസിന്റെ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഇസ്രയേൽ മന്ത്രിസഭ യോഗം ചേർന്നതിനു ശേഷമാണ് നെതന്യാഹുവിന്റെ തീരുമാനം. ഇസ്രയേലി തടവിലുള്ള 100 കണക്കിന് പലസ്തീൻകാരെ മോചിപ്പിച്ചാൽ തങ്ങൾ ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രയേലി സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും രോഗബാധിതരെയും മോചിപ്പിക്കാമെന്നായിരുന്നു ഹമാസിന്റെ നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചു. അതേസമയം ചർച്ചകൾക്കായി മറ്റൊരു പ്രതിനിധി സംഘത്തെ ഖത്തറിലേക്ക് അയക്കുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായി നവനീത് കുമാർ സെഹ്ഗാൾ നിയമിതനായി. UP കേഡറിൽ നിന്നുള്ള 1988 IAS ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് നവനീത് സെഹ്ഗാൾ. ശക്തമായ ഷെല്ലാക്രമണത്തെ തുടർന്ന് റഷ്യൻ അതിർത്തിക്കടുത്തുള്ള യുക്രൈനിലെ സുമി മേഖലയിൽ കൂട്ട ഒഴിപ്പിക്കൽ തുടരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 180-ലധികം താമസക്കാരെ ഒഴിപ്പിച്ചതായി യുക്രൈനിലെ സൈനിക ഭരണകൂടം അറിയിച്ചു. 22 ഗ്രാമങ്ങളിൽ നിന്നായി 4500 പേരെ ഒഴിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല ഉത്സവത്തിന് കൊടിയേറി. 10 ദിവസം നടക്കുന്ന ഉത്സവത്തിന് ഇന്ന് രാവിലെയാണ് തുടക്കമായത്. നാളെ മുതൽ ഈ മാസം 24 വരെ ഉത്സവ ബലിദർശനവും ശ്രീഭൂത ബലിയും നടക്കും. 24-ന് രാത്രി ശരംകുത്തിയിൽ പള്ളിവേട്ടയും 25-ന് പമ്പയിൽ ആറാട്ടും നടക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി രാജ്യം. 7 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഫലപ്രഖ്യാപനം ജൂൺ 4-ന്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 26-ന് രണ്ടാം ഘട്ടത്തിൽ. ഈ മാസം 28-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും 26 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം. രാജ്യം തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. 85 വയസ്സിന് മുകളിലുള്ളവർക്കും അംഗപരിമിതർക്കും വോട്ട് ഫ്രം ഹോം സൌകര്യം.
വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഈ മാസം 23 മുതൽ സിംഗപ്പൂർ, ഫിലിപ്പൈൻസ്, മലേഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.